പടച്ചോനെ ഈ കോളിലൊന്ന് ഓപ്പൺ ചെയ്യുന്നേരം നോക്കിയാണ് ഇതെന്തെന്നാ ഇത് കണ്ടാ ചേത്താൻ പിടിക്കൂട്ടോ. ഇത് എത്രയായത്? ഈ ഫോണ് വാങ്ങിയേരം തൊട്ട് ഇന്ന് വരെയുള്ള തീർത്ത് ഫോണിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്, ഇങ്ങോട്ട് വന്നുണ്ട്, അങ്ങോട്ട് പോയുണ്ട്, മിസ് കോൾ ഉണ്ട്, എല്ലാം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഒന്ന് ക്ലിയർ ആക്കുക? അതുപോലെ തന്നെ ഇതിലിന്ന് ഇവിടെ വേറെ എന്താ ചെയ്യാനാകുമോ? ഇനിയിപ്പോൾ ഒന്ന് വാട്സപ്പ് ഒന്ന് തുറന്ന് നോക്കട്ടെ. വാട്സപ്പിൻ്റെ കോൾ ലോഗ് നോക്ക്, അതിനെ കാണാം അപ്പുറമായത്. വാട്സപ്പിൽ വീഡിയോ അല്ല കോൾ വന്നതിന് ശേഷമുള്ള മുഴുവൻ കോളിൻ്റെ ഡീറ്റെയിലും ഇങ്ങോട്ട് വന്നു അങ്ങോട്ട് വന്നു ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്കിതങ്ങനെ ഒന്ന് ക്ലിയർ ആക്കാം. അതുപോലെ ഈ കോൾ ലോഗായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളും ഈ വീഡിയോ ലിങ്ക് പഠിക്കാം അല്ലേ, മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് അവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാനൊന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ഇട്ടതിന് ശേഷം അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ വേറൊരു കാര്യം പറയുള്ളത് എന്താ വെച്ചാൽ, എല്ലാ വീഡിയോയിലും പറയുന്നത് കൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ എഴുത്ത് ഉണ്ടെങ്കിൽ മെല്ലെ ഒന്ന് അങ്ങ് ഞെക്കിയേക്ക്. അതിൻ്റെ കൂടി ഒപ്പരൊരു ബെല്ലുണ്ടാവും, അതുകൂടി ഒന്ന് ഞെക്കിയേക്ക്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, വീഡിയോ മിസ്സാണ്ട് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാമെന്ന് ഈ കോൾ ലോഗ് ഓപ്പൺ ചെയ്ത് ഇതിപ്പോൾ ഈ നമ്പർ അതെനിക്ക് ഡിലീറ്റ് ആക്കണം. അതിനെന്താ ചെയ്യുക? ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ താഴെ ഡിലീറ്റ് എൻട്രി എന്നുള്ള ഓപ്ഷൻ കാണും. അതങ്ങ് ഡിലീറ്റ് ആക്കുക, പെട്ടെന്ന് ഡിലീറ്റ് ആക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ നമ്പറൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ആക്കാം. അപ്പോൾ അത് കൂടാണ്ട് ഇതിൻ്റെ ഈ നമ്പറിൽ വന്ന കോളുകൾ മുഴുവൻ നമുക്ക് എങ്ങനെ കിട്ടും? ഈ കോളിന് നേരെ കോൺടാക്റ്റിന് നേരെ ഒരു ഐ ബട്ടൺ കാണുന്നുണ്ടോ? ചില ഫോണിൽ ആടെ ഐ ബട്ടന് പകരം 3 കുത്താണ് ഉണ്ടാകുക. എന്തെന്നായാലും 3 കുത്തായാലും ഈ ഐ ബട്ടൺ ആയാലും അതിലൊന്ന് ഞെക്കിയാൽ ഈ കോളായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽ അതിൽ നിന്ന് വന്നത് അതിലേക്ക് പോയതൊക്കെ മിസ് കോളൊക്കെ ഇവിടെ ഉണ്ടാവും, തീർത്തുണ്ടാവും ബൈ ഡേറ്റ്. അത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊന്ന്, ഈ നമ്പറിൽ നിന്ന് എനിക്ക് സ്ഥിരമായിട്ട് ഈ വിളിച്ച് ശല്യം ചെയ്യാം, നമുക്ക് ഒരു ശല്യമായി മാറിയ കോൺടാക്റ്റ് അത്. അങ്ങനെ അന്നേരം എന്ത് ചെയ്യുക? അത് നമുക്ക് ബ്ലോക്ക് ചെയ്യാം. സിമ്പിളായിട്ട് ബ്ലോക്ക് ചെയ്യുക. നിങ്ങൾ ദൂരം ഒന്നും പോകണ്ട, ഇവിടെ നിന്ന് ബ്ലോക്ക് ചെയ്യുക. അതിന് ഇങ്ങനെ ഞെക്കി പിടിച്ചാൽ ഈ ഓപ്ഷൻ വരും. ഇവിടെ ആഡ് ടു ബ്ലാക്ക് ലിസ്റ്റ് എന്നുള്ള ആ ഓപ്ഷനിലൊന്ന് ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാം യു വിൽ നോ ലോങ്ങർ റിസീവ് ഫോൺ കോൾസ് ആൻഡ് മെസ്സേജസ് ഫ്രം ദിസ് കോൺടാക്ട്. അതായത് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺടാക്റ്റിൽ നിന്ന് പിന്നെ നമുക്ക് കോളും വരികയില്ല, മെസ്സേജും വരികയില്ല, ഒന്നും വരികയില്ല. ഈ ആഡ് കൊടുത്തേക്കുക, ഏടങ്ങ് കൊടുത്തേച്ചാൽ മതി. ഞാൻ ഏഡ് കൊടുത്തിട്ടോ. ഇനിയിപ്പോൾ അത് നമുക്ക് ബ്ലോക്ക് ഒഴിവാക്കണമെങ്കിലും അതേ ഓപ്ഷനിൽ ഒന്ന് ഞെക്കി പിടിക്കുക. ഇവിടെ റിമൂവ് ഫ്രം ബ്ലാക്ക് ലിസ്റ്റ് എന്നുള്ള അതൊന്ന് കൊടുത്താൽ മതി, ബ്ലോക്ക് ഒഴിവായി. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഈ നമ്പർ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു കോൺടാക്റ്റിലേക്ക് ക്ലിക്ക് ചെയ്ത് അന്നേരം ഡയറക്റ്റ് കോളാണ് പോവുക. കോൾ ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് ഈ നമ്പർ ഒന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതും ലോങ് പ്രസ് ചെയ്യുക. എഡിറ്റ് ബിഫോർ കോൾ എന്നുള്ളത് എടുത്തിട്ട് ഞെക്കിയാൽ ഇവിടെ നമുക്ക് എഡിറ്റും ചെയ്യാം. അത് വേറൊരു ഓപ്ഷൻ. അപ്പോൾ ഇനി നമുക്ക് വാട്സപ്പിൽ ഇത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം അല്ലേ. അതിന് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കോൾ ലോഗ് കണ്ടില്ലേ, ഈ കോൾ ലോഗിൽ ഈ കോൺടാക്റ്റ് ഇപ്പോൾ എനിക്ക് ഡിലീറ്റ് ആക്കണമെങ്കിൽ ലോങ് പ്രസ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് ഡിലീറ്റ് ചെയ്താൽ മതിയെങ്കിൽ ലോങ് പ്രസ് ചെയ്ത് ഇവിടെ ടിക്ക് മാർക്ക് വരുന്നേരം മേലെ ഡിലീറ്റ് ഉണ്ട്, അത് ഞെക്കി കൊടുത്താൽ അത് ഡിലീറ്റ് ആയി. ഇനിയിപ്പം കുറേ എണ്ണം ഒന്നിച്ച് ഡിലീറ്റ് ആക്കണമെങ്കിൽ ലോങ് പ്രസ് ചെയ്യുക. അതിന് ശേഷം വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം വേറൊരു ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്ന് പർട്ടിക്കുലറായിട്ട് ടിക്ക് ചെയ്ത് എടുക്കണം, അല്ലാണ്ട് ഓൾ സെലക്ട് ഇതിനില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ നമുക്ക് ഒന്നിച്ചെടുത്ത് ഡിലീറ്റ് ചെയ്യാം. അപ്പം ഇത് രണ്ടും വളരെ ആവശ്യമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഒന്ന് വൃത്തിയാക്കി വെക്കാം നമുക്ക് കോൾ ലോഗ്, ആവശ്യമില്ലാത്തൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ലൈക്ക് കൊടുത്തേക്ക് കേട്ടോ. പാവം, ആ ലൈക്കിന് ചിലവൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്നായാലും ഒന്ന് കമൻ്റായിട്ട് എഴുതിയിടുക. പിന്നെ വേറെന്തോ പറയാൻ വിചാരിച്ചു, എന്തെന്നായിരുന്നു നാളത്തെ വീഡിയോയിൽ പറയാം. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്മ പേർ. താങ്ക് യു സോ മച്ച്.